പക്ഷെ ഇനി ഇതിനു വേണ്ടി ഇറങ്ങരുത്. ഇതിനു വേണ്ടി ഇറങ്ങുന്ന ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും എടുക്കരുത്. ഫേസൊക്കെ ഡാമേജ് ആക്കിയിട്ട് അത്ര റിസ്ക് എടുക്കണ്ട. ശരിക്കും നമ്മളെങ്ങനെയുള്ള കമ്പനിയായി ഞാനിങ്ങനെ എവിടെയോ കൂട്ടുകാരനുള്ളിൽ ഇരിക്കുമ്പോഴാണ് റീല് കാണുന്നത്. അപ്പൊ ഞാൻ 9 റീലൊക്കെ അടിപൊളിയുള്ള. അപ്പൊ നിങ്ങള് നമ്മുടെ മെയിനാണ്, മുജിക്കൊക്കെ ഫാൻസാണ്. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ എന്നെ ഓർത്ത് കിടന്നത്, നിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കിടന്നു. നമ്മൾ എത്ര പെട്ടെന്നാണ് കമ്പനി ആയത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് നീയായിട്ട് ഭയങ്കര കമ്പനിയായി. അതായത് മറക്കാൻ പറ്റാത്തൊരു ബന്ധമായിപ്പോയി. സ്കിന്നിന്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് ഒത്തിരി ആൾക്കാർ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു സ്കിന്നൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി ഇപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ വർക്കിന് പോകുന്ന സമയത്താണ് എന്നോട് ചിലപ്പോൾ ചോദിക്കും. ഒരു കോസ്മെറ്റോളജിയാണ് ഞാൻ പഠിച്ചത്. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ദിവസം പോലും എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ച് വരാൻ എൻ്റെ ചങ്കുകളുണ്ട് ബ്രോ എന്ന് പറയാൻ പറ്റും. അത്രയും ഹാർട്ട് ഫീലിങ്സ് ആയിട്ട് എൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണ്. സ്കിന്നിൻ്റെ ഡാമേജ് മാറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ വൈറ്റനിങ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കാട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് വന്ന മെസ്സേജും എന്നെ വഴക്ക് പറയാത്ത ആൾക്കാരില്ല. വീഡിയോ ചെയ്തത് എൻ്റെ ക്രീം വിറ്റ് പോകാനോ ഒന്നുമല്ല. എൻ്റെ ക്രീം സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. നല്ല വഴിയിൽ പോയാൽ നല്ല ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാൻ പറ്റുള്ളൂ, എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാവും. ഇവരോട് ഞാൻ പിന്നെ എന്താ മറുപടി നൽകാമെന്ന് പോലെ എനിക്കറിയില്ല.